സുഹൃത്തെ, ഒരു 2 മിനിറ്റ്, എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് കേൾക്കണേ. സാത്താൻ ഒരിക്കലും നമ്മുടെ ഇടയിൽ നേരിട്ട് വരാൻ സാധിക്കുകയില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളിലൂടെയും കാര്യങ്ങളിലൂടെയും അവൻ നമ്മുടെ അടുത്ത് സൂത്രത്തിലെത്തുന്നു. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായിയിലൂടെ അവരുടെ അടുത്തെത്തി ഡ്രഗ്സായിട്ട് അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് അവരെ അടിമയാക്കി, അവർ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളെ, ഫ്രണ്ട്സ് ഒക്കെ അവരെയൊക്കെ ശത്രുക്കളാക്കി കൊലപാതകത്തിൽ വരെ എത്തിക്കാൻ സാത്താന് സാധിച്ചെങ്കിൽ, സിനിമയെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഒരുപോലെ സിനിമയെ സ്നേഹിക്കുന്ന നമ്മളുടെ ഇടയിൽ സാത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലേ? മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെയും മമ്മൂക്കയും അവരുടെ പടങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അതിനൊക്കെ കൈയടിച്ചിരുന്ന ഒരു സാധാരണ മലയാളിയാണ് ഞാനും. എന്നാൽ നമ്മൾ ഹീറോസിനെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്തുകൊണ്ടാ? അവരുടെ ഭാഗത്ത് നന്മയുണ്ടായിരുന്നു. അവർ പറയുന്നതും ചെയ്യുന്നതും കാര്യങ്ങൾ ആ സിനിമയിൽ നല്ലതായിരുന്നു അല്ലേ? ഒരു സിനിമ തീരുമ്പോൾ നമ്മൾ നായകൻ ജയിക്കണം, വില്ലൻ തോൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് എന്തുകൊണ്ടാ? തിന്മ വില്ലന്റെ ഭാഗത്തും നന്മ നായകന്റെ ഭാഗത്തുമായിരുന്നു. എന്നാൽ ഇന്നത്തെ സിനിമയിൽ ഹീറോസിനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിച്ചും പറയിപ്പിച്ചും അതിന് നമ്മളെ കൊണ്ട് കൈയടുപ്പിക്കുന്ന സാത്താനെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. മലയാളികളെ അത്ര ബുദ്ധിയില്ലാത്തവരാണോ? നമ്മളുടെ മലയാള സിനിമയിൽ നല്ല കഴിവുള്ള എഴുത്തുകാരും നായകന്മാരും ഡയറക്ടേഴ്സും ഒക്കെയുണ്ട്. ഹോളിവുഡ് വരെ അത്രത്തോളം ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ, അതിനൊക്കെ കഴിവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ആ കഴിവുകളൊക്കെ നമ്മൾ നന്മയ്ക്ക് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. സമൂഹത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തിന്മ പഠിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കേണ്ടത്. സിനിമയായിട്ട് മാത്രം കാണാൻ പറയുന്നവരോട് ഞാനും ചോദിക്കട്ടെ, സിനിമ സമൂഹത്തിൽ ഒരു തരത്തിലും സ്വാധീനിക്കില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊരു പച്ചക്കള്ളമല്ലേ? മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ. നമ്മൾ ഇതിനെതിരെ ജാതിമത ഭേദമന്യേ പൊളിറ്റിക്സ് ഒന്നും നോക്കാതെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തിന്മയുടെ ലോകത്ത് ഇട്ടുകൊടുത്തിട്ടാണ് പോകുന്നത് അല്ലേ? ശരിയല്ലേ? ഇന്ന് സിനിമയിലൂടെ ദൈവത്തെയും നന്മയും ഒക്കെ അവഹേളിച്ച് കാണിക്കുമ്പോൾ, അതുപോലെ തന്നെ നാളെ നിങ്ങളുടെ മാതാപിതാക്കളെ ആരെങ്കിലും അവഹേളിച്ച് കാണിച്ച് ഒരു സിനിമ ഇറക്കുകയാണെങ്കിൽ, നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് നിങ്ങൾ അതിനെ കൈയടിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമോ? ചിന്തിച്ചു നോക്കും.